ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നെയിം കറക്ഷൻ അപേക്ഷ കൊടുക്കുക റേഷൻ കാർഡിൽ എന്നുള്ളതാണ്. റേഷൻ കാർഡിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിന്റെ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരുത്താൻ സാധിക്കും, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ സിറ്റിസൺ ലോഗിൻ എന്നുള്ള സർവീസ് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ലോഗിൻ ഐ ഡി ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്ത ആളുകളാണെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. അതിനുശേഷം നമ്മളിപ്പം ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, റേഷൻ കാർഡിന്റെ ഒരു സർവീസിനും ഗവൺമെന്റിലേക്ക് ഫീസ് ഇല്ല. അതുപോലെ തന്നെ എല്ലാ സർവീസുകളും സെയിം പ്രൊസീജിയർ തന്നെയാണ് വരിക. നമ്മൾ ഒരേ സ്റ്റെപ്പാണ് നമുക്ക് റേഷൻ കാർഡിന്റെ വരിക. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റെപ്പ് കാണിക്കുന്നില്ല. അതിന്റെ ഏകദേശം മെനുകൾ ഏതാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് എന്ത് സർവീസുകൾ ചെയ്യാനായിട്ട് ഇവിടെ ഈ സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ഭാഗത്ത് കൊടുത്ത് അത് ക്ലോസ് ചെയ്യുക. ഇവിടെ നെയിം കറക്ഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ നെയിം കറക്ഷൻ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകളാണ്. അതൊന്ന് 1 and same സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയതോ അതുമല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. പിന്നെ സാധാരണ പതിവ് പോലെയുള്ള സൈനഡ് ആപ്ലിക്കേഷൻ, റേഷൻ കാർഡിന്റെ എല്ലാ അപേക്ഷകൾക്കും സൈനഡ് ആപ്ലിക്കേഷൻ നിർബന്ധമാണ്. സോ അതും കൂടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് മെമ്പർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ, ഏത് മെമ്പറിനെയാണോ നമുക്ക് മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ പേര് തിരുത്തേണ്ടത്, ആ മെമ്പറുടെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കറക്റ്റ് നെയിം ഇൻ മലയാളം എന്നുള്ള ഭാഗത്ത് എന്താണോ കറക്റ്റ് ആയിട്ട് വരേണ്ട പേര്, ഉദാഹരണത്തിന് ഈ ഒരു വ്യക്തിയുടെ ഇനീഷ്യൽ ആയിരിക്കും നമുക്ക് ഒരു പക്ഷെ റേഷൻ കാർഡിൽ ഉണ്ടാവാതിരിക്കുക. സോ ആ ഇനീഷ്യൽ ചേർക്കുന്നതിനാണെങ്കിൽ അത് ഇനീഷ്യൽ ചേർത്തുള്ള കൃത്യമായിട്ടുള്ള പേര് ആധാർ കാർഡ് രൂപത്തിൽ നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതേ പേര് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. സെലക്ട് റീസൺ എന്നുള്ള ഭാഗത്ത് അച്ചടി പിശക് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇനി എല്ലാ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് കൊടുക്കുന്നതാണെങ്കിൽ സ്വമേധയാ പേര് തിരുത്തുക എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നോർമലി തെറ്റിദ്ധരുത്തേണ്ട കേസുകളിലാണെങ്കിൽ അച്ചടി പിശക് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വലതുഭാഗത്തായിട്ട് കാണിക്കും. അവിടെ നമ്മൾ ആദ്യം തന്നെ ഗസറ്റഡ് ഓഫീസറുടെ ഫോം കൊടുക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ്, 2 ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത ശേഷം സേവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുൾ ആയിട്ട് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകളാണ് കാണിക്കുക. ഇവിടെ സെലക്ട് മെമ്പർ ഭാഗം ക്ലിക്ക് ചെയ്ത് പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചൂസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, അല്ല ഗസറ്റഡ് ഓഫീസർ ആണെങ്കിൽ നൽകുന്നതാണെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ ബ്രൗസ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ അപ്ലോഡ് ആവുന്നതാണ്. അതിനുശേഷം വീണ്ടും മെമ്പറുടെ പേര് സെലക്ട് ചെയ്ത് ഇവിടെ ആധാർ കാർഡ് കൂടി നമ്മളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ മെനുകളെല്ലാം പോയിട്ട് നമുക്കൊരു പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ആ പ്രിന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രിന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പ്രിവ്യൂ ഇല്ലാത്ത പേപ്പർ നമുക്ക് ലഭിക്കുക. ഇവിടെ കസ്റ്റമറുടെ ഒപ്പ്, അതായത് കാർഡ് ഉടമയുടെ ഒപ്പ് ഇട്ടതിന് ശേഷം ഇവിടെ സൈനഡ് ഫോം എന്നൊരു ഓപ്ഷൻ കൂടി നമുക്ക് എനേബിൾ ആയിട്ട് വരും. ആ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് നടത്തുക. ഈ രീതിയിലാണ് ഒരു റേഷൻ കാർഡിന്റെ നെയിം കറക്ഷനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുന്നത്.